ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആത്മാവിനെ ദൈവം നശിപ്പിക്കുമെന്നാണ് ദൈവത്തിനോദം പറയുന്നത്. പ്രിയരെ, ഈ യേശുക്രിസ്തുവിന്റെ സന്ദേശം, സുവിശേഷം, അത് മറ്റുള്ള നശിപ്പിക്കുന്നതല്ല, ജീവനാണ്, നിത്യജീവനാണ് തരുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആ നിത്യരക്ഷയാണ്. കർത്താവിന്റെ നിങ്ങൾ വായിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശരീരത്തിന്റെ ഒരു ഭാഗമോ നഷ്ടപ്പെട്ടാൽ അവരൊന്നും പോകാനില്ല. തലമുടിയോ ഒരു കൈയോ കാലോ കണ്ണോ ശരീര അവയവങ്ങൾ ഏതെങ്കിലുമൊക്കെ ആണെങ്കിലും പലരും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന, അല്ലേ, അത് കയ്യിലുള്ള പണം മുഴുവനും ചെലവഴിച്ച് ജീവൻ നിലനിർത്തുവാൻ പലപ്പോഴും പലരും തന്റെ വസ്തുക്കൾ വിറ്റോ ഉള്ള പണം മുടക്കിയോ അതെ മറ്റുള്ളവരിന്ന് വായ്പ വാങ്ങിയോ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തി ജീവനെ രക്ഷിക്കാൻ നോക്കും. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് പിറകിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ അറിയപ്പെടുന്ന തോമസ് ചേട്ടൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന, ഒരു ദിവസം 5000-6000-ലധികം വ്യക്തികൾക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുക്കുന്ന തോമസ് ചേട്ടനെ പരിചയപ്പെടുന്ന എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോകുകയുണ്ടായി തീർന്നു. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ആ കോട്ടയത്തിന് വലിയ ചെറിയ മെഡിക്കൽ കോളേജ് പോലെ ഒരു മെഡിക്കൽ കോളേജ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് അവിടെ. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു സഹോദരൻ 2 കൈ കൊണ്ട് അത് ഉരുട്ടിക്കൊണ്ട് വരുന്നത് കാഴ്ചയും കാണുകൊണ്ടേ തീർന്നു. വന്നപ്പം മറ്റു ചിലർ കൂടി അദ്ദേഹത്തെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടു. മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ഇലക്ട്രിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് താൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഏകദേശം വർക്ക് തീരാറായ സമയത്ത് ആരോ അബദ്ധത്തിൽ വന്ന് ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്റെ 2 കാലുകൾ കത്തി നശിക്കുവാനിടയായി തീർന്നു. അരയ്ക്ക് താഴെ 2 കാലുകൾ മുറിച്ചു കളഞ്ഞ് 2 കാല് നഷ്ടപ്പെട്ടവനായി താൻ ഒരു വീൽ ചെയറിൽ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ തോമസ് ചേട്ടനോടുള്ള പ്രസ്ഥാനത്തിലുണ്ട്. തന്റെ ഭാര്യ, മനോഹരമായ 3 ആൺകുഞ്ഞുങ്ങൾ, അവരെ തന്നെ ഉപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി, സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അദ്ദേഹത്തിന് അനുകമ്പ തോന്നുവാണ്ടായിത്തീർന്നു. എങ്കിലും അദ്ദേഹത്തിന് നിരാശയോ ഭാരമൊന്നുമില്ല. കാല് നഷ്ടപ്പെട്ടെങ്കിലും പ്രിയരെ, കാലോ ശരീരാവയവങ്ങളെ നഷ്ടപ്പെട്ടാൽ പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല. എന്നാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവരെന്ത് പ്രയോജനം? ഈ ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഒരിക്കൽ നെഹ്റു ഫാമിലി നമ്മുടെ ഇന്ത്യയെ വിലക്ക് ചോദിച്ചു, ബ്രിട്ടീഷുകാരോട് വിലക്ക് ചോദിച്ച ഒരു കാര്യം നമുക്കെല്ലാം അറിയാവുന്ന